എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, പക്ഷേങ്കിൽ എനിക്ക് ഈ വെള്ളിയാഴ്ചയാണ് ഇതിലെ കാര്യമേ ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നു കേട്ടോ. ഒത്തിരി മയിൽ ഇങ്ങനെ കരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാന്ന് തോന്നുന്നു, അവിടെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മയിലിൻ്റെ പീലി ഒഴിക്കുന്ന സമയം അങ്ങനെ എങ്ങാണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ വന്ന് നോക്കി. പിന്നെ ഫോൺ ഇങ്ങനെ സൂം ചെയ്തിട്ട് എത്രത്തോളം കാണുന്നുണ്ട്, ക്ലിയർ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഏട്ടെ. അങ്ങനെ ഇനിയിപ്പം എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം. ഇന്ന് നച്ചുവിന് സ്കൂളിൽ പോകാനുണ്ട്, ഏട്ടന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. ഞാൻ ഇന്നലത്തെ പുട്ടിൻ്റെ പൊടി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നും പുട്ട് തന്നെ ആക്കാൻ വിചാരിച്ചു. പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പം കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ലോണം പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് കവറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വെക്കുക. പിന്നെ ഏട്ടനൊന്ന് കുറച്ച് രാവിലെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജിൽ മൊത്തത്തിൽ മാങ്ങയാണ് തന്നെ പറയാം. ഇപ്പം ഈ ഒരു വടവതര എങ്ങോട്ട് ഇറങ്ങിയാലും മാങ്ങനെ കൊണ്ടുള്ളൊരു കളി തന്നെയാണ്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്നലെയും വാങ്ങി. അങ്ങനെ നച്ചുവിനൊന്ന് കൊണ്ടുപോകാനും ഞാൻ വിചാരിച്ചു ഈ ഒരു കോണാക്കി കൊടുക്കാമെന്ന്. ഇത് സ്വീറ്റ് കോണാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഏട്ടനെല്ലാം കൂടെ അവളെ എണീറ്റിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുറത്ത് വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ എടുക്കാണ്ടും വിളിക്കാണ്ടൊക്കെ അങ്ങ് പോവും. അങ്ങനെ നച്ചു എണീറ്റ് കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇന്ന് നല്ല രീതിക്ക് മടിയുണ്ട്. ഇന്ന് പോകുന്നില്ല അമ്മേ, പോകുന്നില്ല പപ്പി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ പോകാണ്ടൊന്നും പറ്റില്ല, അത് ഞങ്ങൾ സ്കൂളിൽ പോകാനാണ് കുളിക്കുന്നതെന്നൊന്നും പറയില്ല, നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറയും. അങ്ങനെ ഞാനിത് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 5 വിസിൽ മതി. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഇടില്ല, അവൾക്ക് അതൊന്നും ഇട്ടിട്ട് ഇഷ്ടമില്ല. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനത്തെ കടിച്ച് തന്നെയാണ് തിന്നത്. പക്ഷേ എങ്കിൽ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാനെ കൊണ്ട് ഞാൻ ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഈരി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നലെ ഏട്ടൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഒരു 10 രൂപേൻ്റെ ഒരു കത്തി കിട്ടാനുണ്ട്. എക്സ്ട്രോ ബ്ലേഡ് പോലെയൊക്കെയാണ് ഉണ്ടാവുക, പക്ഷേ എങ്കിൽ നല്ല മൂർച്ചയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 എണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അങ്ങനത്തെ അമ്മ പോകുമ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല, അയാളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സബ്ജി മാർക്കറ്റിൻ്റെ പുറത്ത് ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് വിൽക്കുന്നതാണ്. നല്ല മൂർച്ചയാണ്. എൻ്റെ അടുത്ത് ഞാനിത് മാത്രം ഉപയോഗിക്കാവൂ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കത്തി ഉപയോഗിക്കുമ്പോൾ മുറിയാത്ത പോലെ തോന്നും. വലിയ സംഭവങ്ങളൊന്നും മുറിക്കാൻ പറ്റില്ല, എന്നാലും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് മുറിക്കാൻ നല്ല മൂർച്ചയാണ് കേട്ടോ. 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ കത്തി ഇന്നലെ മാങ്ങ മുറിച്ചിട്ട് ഏട്ടനൊന്ന് കഴുകിയതായിരുന്നേ. കഴുകുമ്പോൾ ഏട്ടൻ്റെ കൈ അങ്ങ് മുറിഞ്ഞു, നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒത്തിരി ചോര പോയിട്ടുണ്ട്. അത് തുണിയൊക്കെ വെച്ച് കെട്ടി. ഇന്ന് രാവിലെ എങ്ങനെയോ അത് തട്ടിപ്പോയിട്ട് പിന്നും ഇങ്ങനെ ചോര വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ടെൻഷനിലാണ് ഏട്ടൻ. അങ്ങനെ ഞാൻ എന്താ പുട്ടിന് പൊടി ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അമ്മ വന്ന സമയത്തില്ലേ ഒരു കുപ്പി വെള്ളം ഒന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുഴച്ച് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ആറിപ്പോവായിരിക്കും. പക്ഷേ എങ്കിൽ ആറിയില്ല. പുട്ടിന് ഞാൻ എന്നിട്ട് അമ്മ അത് ഞാൻ കുഴച്ച് വെച്ച സംഭവം കുറച്ച് സമയം ഗ്യാസിൻ്റെ തീയില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ടൊന്നും ശരിയായില്ല. ഈ ഒരു പുട്ട് ഞാൻ പുട്ടും കുറ്റിയിലേക്ക് ഇട്ടിട്ട് വെച്ചപ്പോൾ അല്ലേ ഇതിന് പുക വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ഈളെടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷമൊക്കെയാണ് എങ്ങനെയൊക്കെയോ വരിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂറൊക്കെ അന്ന് പുട്ട് ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ നോക്കിയാണ് കുഴയ്ക്കുക. അങ്ങനെ നച്ചുവിൻ്റെ കോണാടെ ആയ ശേഷം ഞാനില്ലേ ഗ്രീൻ പീസിൻ്റെ അകത്തേക്ക് മറ്റേ ക്യാരറ്റും തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതിലേക്ക് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ടിട്ട് അടിച്ചിട്ടാണ് കറി വയ്ക്കുക കേട്ടോ. നല്ല രസമായിരിക്കുമേ. ഇനിയിപ്പം ഇതൊന്നിങ്ങനെ ആക്കിയിടണം. നല്ലോണം മൂത്തതായതിനെ കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്നൊന്നും ഇങ്ങനെ ആക്കിയിടാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം ഞാൻ കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ ഇങ്ങനെ സീസണിലല്ലാണ്ടും ഫുൾ ടൈം ഉണ്ടാവും. ഞങ്ങൾ പണ്ട് മുംബൈയിലായിരുന്ന സമയത്ത് ഒരു സീസണിൽ മാത്രമാണ് ഈ ഒരു കോൺ ഉണ്ടാവത്തുള്ളൂ, എല്ലാ ടൈമിലും ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിൽ എപ്പോഴും കാണാം. മാർക്കറ്റിൽ പോയാൽ എന്തായാലും ഇതുണ്ടാവും. നച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. ഡെയിലി കഴിക്കത്തില്ല. ഇങ്ങനെ ഇപ്പം 2-3 ദിവസം കഴിച്ച് പിന്നെ അടുത്ത ദിവസം കൊടുക്കുമ്പം കഴിക്കില്ല. കുറേ ദിവസം ഇടവിട്ട് കൊടുക്കുമ്പം അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാക്കിയ ശേഷം ഞാൻ അവൾക്ക് റാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ റാഗീൻ്റെ അകത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും
2-3 ബദാമും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യും പിന്നെ ശർക്കരയും ചേർത്തിട്ടാണ് ഈ റാഗി കൊടുക്കുക. ഇപ്പോൾ രാവിലെ പോകുമ്പോൾ റാഗിയാണ് കഴിക്കാറ്. പിന്നെ ഇവിടെ ചായൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ച് കഴിക്കും. അങ്ങനെ അവൾ കുളിച്ച് പുറപ്പെട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് പോകാൻ നോക്കുകയാണ്. ഏട്ടനെ ഇവളെ ആക്കി വന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ കുളിക്കുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് മറ്റേ സ്കൂളിൻ്റെ ഗേറ്റ് വരെ കരയും, ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ കരയത്തില്ല. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിട്ടുണ്ട്. അവളെങ്ങനെ വിളിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പം തേങ്ങ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. പക്ഷേങ്കിൽ മറന്നുപോയി. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ചെയ്തത്. ഇപ്പം ഇന്ന് കറി വയ്ക്കാൻ ഒരു തേങ്ങ വാങ്ങിക്കണം താഴേന്ന്. അതിന് വേണ്ടിയിട്ട് ഏട്ടൻ എൻ്റെ അടുത്ത് ഫോണൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ഏട്ടൻ്റെ ഫോണ് ചാർജിലിട്ടത്. അങ്ങനെ ഏട്ടൻ അവളെ ആക്കി വന്ന് ചായയൊക്കെ കുടിച്ച് യൂണിഫോം ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. പിന്നെ ഞാൻ വേഗം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കി. തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ വാങ്ങിച്ചത്. ഒരു തേങ്ങയ്ക്ക് 38 രൂപയാണ്. അതുകൊണ്ട് ഒരു തേങ്ങ വാങ്ങിച്ചു. അങ്ങനെ ഞാനിവിടെ കോവയ്ക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വെള്ളരീൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നേ, അത് ചീത്തയാവും പോകും തോന്നിയെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പച്ചടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇന്ന് കറിയൊന്നും ഒഴിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അല്ലാതെ തന്നെ ചെറിയ നമ്മൾ കോളേജിലും സ്കൂളൊക്കെ ചെറിയ ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ചോറുണ്ടാക്കുക. ചോറും കറിയല്ലാത്ത ഇതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു വെള്ളരി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുക്കറിലൊന്നും ഇടുന്നില്ല. ഞാൻ ചെറുതാക്കി നേരെ ഇങ്ങനെയാണ് മുറിച്ചത്. കട്ടി കുറച്ചിട്ട് മുറിച്ചതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. ഇതിലേക്ക് തന്നെ 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ ഇടാറില്ല. ഞാൻ ഇതിൽ തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ കോവയ്ക്ക ഇന്ന് വട്ടത്തിലാണ് മുറിച്ചിട്ടത്. എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. കോവയ്ക്ക ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും കഴിച്ചോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ അങ്ങനെ കോവയ്ക്കൻ്റെ ഉപ്പേരി നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളി ഞാൻ മറ്റേ കോവയ്ക്ക നീളങ്ങനെ മുറിച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിലേക്ക് ഞാൻ ഉള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ഗ്രേറ്ററിൽ കുഞ്ഞാണ്, അതുകൊണ്ട് കുറേ ടൈം എടുക്കും ഇതൊന്നിങ്ങനെ ആക്കിയിടാൻ വേണ്ടിയിട്ട്. എനിക്കിനി വലുത് വാങ്ങിക്കണം. ഇതിലൊത്തിരി പാടാണ് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഉള്ളി മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ ഒരു എരിവൊക്കെ ഇങ്ങനെ സെറ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളീൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വരും. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് എടുക്കേണ്ടി വരില്ല. ആർക്കെങ്കിലും കോവയ്ക്ക ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. നല്ല രസമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കോവയ്ക്ക നമുക്ക് നീളത്തിൽ എരിഞ്ഞിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചടീൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കടുകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ പച്ചരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി പച്ചടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ഏട്ടൻ്റെ അമ്മ എപ്പോഴും ചമ്മന്തി വിളിക്കുക ഡ്രൈ ആയിട്ടാണ് കേട്ടോ, പൊടി ഇങ്ങനെ. ഞാൻ ചമ്മന്തി ഉണ്ടാക്കുക അങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും. ചിലപ്പം വെള്ളം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് അമ്മിമേലൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റൂലേ, ആ ഒരു പാകത്തിനെ ഞാൻ പൊടിക്കാം. ഏട്ടൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചെറുപയറും കഞ്ഞിയായിരുന്നു രാത്രിത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏട്ടൻ എന്നോട് പറഞ്ഞു അമ്മ പൊടിക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കാതെ. അങ്ങനെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പച്ചടീൻ്റെ അകത്ത് കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വറവിടുമ്പം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പച്ചടീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കോവയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഉലുവ ഇടുമ്പം ഉലുവ അധികമായി പോകും. ഉലുവ അധികമായാൽ പ്രശ്നമാണ്, കഴിക്കും. പിന്നെ എന്തോ പോലെയാണ് കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോവയ്ക്കയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം വേണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വാടിയിട്ടൊക്കെ ലോ ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുക്കുക. അപ്പം അടി പിടിച്ചു പോയില്ല. അങ്ങനെ ഇതൊന്ന് ആദ്യം കുറച്ച് സമയം ഒന്ന് ഇളക്കും. പിന്നെ ഒരു പാത്രം കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ മാത്രം മതി, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട. അതങ്ങ് വാടി വന്നോട് നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
ഇനിയിപ്പം ചമ്മന്തിയിൽ തേങ്ങയൊക്കെ രാഗി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും ചെറിയുള്ളിയും ഉപ്പും പിന്നെ പുളിയും മാത്രമാണ് ചേർക്കുള്ളൂ, വേറെ ഒന്നും ചേർക്കത്തില്ല. ഇതിപ്പം പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം പച്ചമാങ്ങ എവിടെയും കാണാനില്ല. ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് പച്ചമാങ്ങ കിട്ടിയാൽ ഉപ്പിലിട്ടോ അല്ലെങ്കിൽ അച്ചാറിട്ടോ ഒറ്റാൻ വെക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ലീവിനൊക്കെ പോയി വരുമ്പോഴേക്ക് അത് സെറ്റായിരിക്കുമല്ലോ. നോക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പം പച്ചമാങ്ങ എവിടെയും കിട്ടാനില്ല. അതിൻ്റെ സംഭവങ്ങളും സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം പഴുത്ത മാങ്ങേനെ കൊണ്ടൊരു പറയാം, റോഡുമിലേക്ക് എവിടെ ഇറങ്ങിയാലും പഴുത്ത മാങ്ങയില്ലേ ഇവർ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ട് 500 രൂപയ്ക്ക് 9 കിലോ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരടുത്ത് പെട്ടിയിലാക്കി വെച്ച് അവരടുത്ത് ചോദിക്കുമ്പം 1 കിലോ തരുമെന്ന് ചോദിക്കുമ്പം അവർ 1 കിലോ ആയിട്ട് തരില്ല. ആ ഒരു പെട്ടിയിലുള്ള നമ്മൾ ഒരുമിച്ച് 5 കിലോ വാങ്ങിക്കണം. അല്ല 5 കിലോ 9 കിലോന് 500 രൂപ. അങ്ങനെ ഞാൻ ചമ്മന്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല, എന്നാലും ഒപ്പിക്കാം. ഇവിടെ കോവയ്ക്ക ഇവിടെ റെഡി ആയിട്ടിട്ട് നല്ലോണം വാടി ഒക്കെ വന്നിട്ടുണ്ട്. നീളത്തിലരിയാണെങ്കിലേ ഇതിലും പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വട്ടത്തിലതിനെ കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം പപ്പടം പൊരിക്കണം, പച്ചടിക്ക് ഒന്ന് വറവിട്ട് വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെയും അച്ഛനെയും വീട്ടിലത്തെ അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അമ്മ ഇന്നലെ ഏച്ചീൻ്റെ വീട്ടിൽ പോയപ്പം ഏട്ടൻ്റെ പെങ്ങളെ വീട്ടിൽ പോയപ്പം ഇപ്പം മഴയല്ലേ, നന്നായിട്ട് വഴുതലുണ്ടാവുമല്ലോ നമ്മൾ കയറുന്ന സ്റ്റെപ്പിലായാലൊക്കെ തന്നെ. അമ്മേൻ്റെ അടുത്ത് അമ്മ അവിടെ ഇറങ്ങുമ്പോഴത്തേം വഴുതി വീണിട്ട് കാലടി മറിഞ്ഞു പോയിട്ട് നമ്മുടെ ആയുർവേദ ഒരു ഹോസ്പിറ്റലുണ്ട് വീട്ടിൻ്റെ അടുക്കെ, അവിടെ പോയിട്ട് ഇങ്ങനെ കാല് കെട്ടി വെച്ചതാണ്. അപ്പോൾ കെട്ടി ഫോട്ടോ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് എല്ല് ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ട് പ്ലാസ്റ്റർ ഇട്ടാണോ. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അടിമറിഞ്ഞു പോയിട്ട് ആയുർവേദം അവിടെ പോയിട്ട് ഇങ്ങനെ വടിപ്പൊക്കെ ഇട്ടിട്ട് കെട്ടിയതാണെന്ന്. അതുകൊണ്ട് അമ്മ ഫുള്ള് റെസ്റ്റിലാണ്. അച്ഛനാണ് തോന്നുന്നു എല്ലാം ചെയ്തൊക്കെ കൊടുക്കുന്നത്, ചായയൊക്കെ തന്നെ. അങ്ങനെ ഇതാ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ അധികം ചൂടായിപ്പോയതിനെ കൊണ്ടില്ലേ പപ്പടത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. നല്ലോണം എണ്ണ കാഞ്ഞു പോയി, അതുകൊണ്ടാണെന്ന് അറിയില്ല പപ്പടം കാപ്പി കളറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കറിയൊന്നും ഇല്ലാണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട്. പിന്നെ ഗ്യാസൊക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പപ്പടത്തിൻ്റെ കുഞ്ഞു പാത്രമല്ലേ ഞാൻ വെച്ചിട്ടുള്ളത് കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെറിച്ചിട്ട് അപ്പോൾ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സിങ്കിൻ്റെ അവിടെയുള്ള പൈപ്പിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ പൈപ്പ് പൂട്ടിയാലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചെറുങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അതൊക്കെ നന്നാക്കണം, ഇല്ലെങ്കിൽ വരുമ്പോഴേക്കും അടുക്കളയിൽ മൊത്തം വെള്ളമായിരിക്കും. അങ്ങനെ അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിച്ചു വാരാൻ തുടയ്ക്കാനും തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനെ കൂട്ടി വരുന്നതിൻ്റെ മുമ്പ് തന്നെ തുടച്ചിടാം. പിന്നെ അവൾ വന്നിട്ട് അലക്കിയിടുമ്പം പിന്നെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ അവളെ കൂടെ കുറച്ച് സമയം ഇരിക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിൽ 2-3 ടെർക്കിയൊക്കെ ഉണ്ടായിരുന്നേ കുഞ്ഞ്, അതൊക്കെ ഒന്ന് അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കൈയൊക്കെ തുടച്ചിട്ട് നനഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ പാത്രം ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അയ്യർ തുടച്ചും കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ ഈ ഒരു രാവിലെ ഞാൻ മഴവിൽ മനോരമയിലെ സീരിയൽ കാണും കേട്ടോ. രാവിലെ 2-3 സീരിയൽ ഉണ്ടാവും, കാണുമൊന്നുമില്ല. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കും. എനിക്കിഷ്ടം. ഒരു ദിവസം ഞാൻ കണ്ടതാണ്, അപ്പോൾ പിറ്റേ ദിവസം എന്തായി എന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കണ്ട് പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റായി എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മമ്മയുണ്ട്, അമ്മമ്മയ്ക്ക് സീരിയൽ എന്ന് വെച്ചാൽ പ്രാന്താണ്. അമ്മമ്മേൻ്റെ അടുത്ത് സീരിയൽ കാണാനായിരുന്നു ചിരിച്ച് മരിക്കും. കാരണം സീരിയലിൽ എന്തെങ്കിലുമൊക്കെ ഒരാളെ പറ്റിക്കുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ വരുമ്പം അമ്മമ്മ ഉണ്ടാവും വീടാടുന്ന ഇങ്ങനെ പല്ലിനിരിക്കലും പറയലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാനും ഏട്ടനും ആദ്യം ഇവിടുന്ന് സൂര്യയിലെ സീരിയൽ കാണാറുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കാണാണ്ടായി. ഇപ്പോൾ രാത്രി ഏട്ടൻ വന്നാൽ ഹോട്ട്സ്റ്റാറിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിരിക്കും. പിന്നെ അധിക ദിവസവും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാനൊന്നും അല്ല പുറത്ത് പോകുന്നത്, വെറുതെ തന്നെ പുറത്ത് പോയിട്ട് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ കറങ്ങി വരും രാത്രി. ഇപ്പം 2-3 ദിവസമായി മഴ അതിനൊക്കെ ഉണ്ടല്ലേ അധികം കറങ്ങലില്ല. എന്തെങ്കിലും സാധനം വാങ്ങിക്കാനാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വേഗം പോരും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി സമയം ഇങ്ങനെ കറങ്ങി വരും. ഈ ഒരു വടവതര എന്ന് പറയുന്ന സ്ഥലത്തിൽ നല്ല ഭംഗിയാണ് രാത്രി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും ആഘോഷങ്ങളായിരിക്കും ഇവിടെ, അതേപോലെ തന്നെ എപ്പോഴും ആൾക്കാർ സൗണ്ടൊക്കെ ആയിരിക്കും, നല്ല രസമാണ് ഇവിടെ.
ഇനി അടുത്തത് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമെന്നൊന്നും അറിയില്ല. അടുത്തത് മിക്കവാറും ഞങ്ങൾക്ക് ഡൽഹി ആയിരിക്കും. ഡൽഹിയാന്ന് എൻ്റെ ഏട്ടൻ ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ വിചാരിച്ചു കുറച്ച് നാട്ടിലേക്ക് ഞങ്ങൾക്കിപ്പോൾ എന്തായാലും ഹോം സോണ് കിട്ടത്തില്ല. ഇവിടെ ഒരു കൊല്ലവും കൂടെ ഇവിടെ ഉണ്ടാവും. ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ 4 കൊല്ലം എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ തന്നെ നിൽക്കണം. പിന്നെ ഹോം സോണാണ്. അത് കഴിഞ്ഞ് പിന്നും നോർത്തിലേക്ക് തന്നെ വരണം. അപ്പോഴത്തേക്ക് നച്ചൊക്കെ വലുതാവുമല്ലോ. അങ്ങനെ അടുത്ത ഡൽഹി ആയിരിക്കും എന്നാണ് ഏട്ടൻ പറയുന്നത്. അങ്ങനെ ഞാനത് ആ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ചോറും കൊടുത്ത് നച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവണം. നേരത്തെ അതിനെ കൊണ്ട് ഡ്രൈവർ അവിടെ ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ തന്നെ, ഇപ്പം 11:15 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസം. ഈ സൈഡിൽ മൊത്തം ഇല്ലേ അരളിപ്പൂവാണ് കേട്ടോ. ആദ്യമൊക്കെ അരളിപ്പൂവ് കാണുമ്പോൾ പറിക്കാൻ തോന്നിയിരുന്നു. പിന്നെ എപ്പോഴോ കേട്ട് അരളിപ്പൂവ് വിഷമാണെന്ന് തോന്നുന്നില്ല. ആ ഭാഗത്തേക്ക് ഞാൻ പോവലില്ല. അങ്ങനെ ഞാൻ ചോറൊക്കെ കൊടുത്തു കേട്ടോ. ചോറ് കൊടുത്തപ്പോൾ ബസ് അവിടെ ഉണ്ടായിരുന്നില്ല. ബസ് ഡീസൽ അടിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്ത് നേരെ സ്കൂളിലേക്ക് വന്നു കേട്ടോ. അവിടെ വന്ന് അവിടെ കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു. സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ അവളെയും വിളിച്ച് വന്നിട്ടുണ്ട്. എന്നാ പഠിച്ചേ? ഇന്ന് ടീച്ചർ എന്നാ മേഡം എന്നാ പഠിപ്പിച്ചെന്നെ? മേഡം എന്നാ പഠിപ്പിച്ചേ? എന്തായിപ്പോയി? അമ്മ കണ്ടില്ല. നച്ചുവിന്റെ പാപ്പയ്ക്ക് എന്താ പറ്റിയേ? എന്നിട്ടോ 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 ഒന്ന് പഠിച്ച പാട്ടൊന്ന് പഠിത്തരുവാ? ഇത് ഇതിലിടുന്ന സാധനം. ഇത് ഷാംപൂ. എന്തുപറ്റി? ശരി ശരി, വേഗം പോവാം. വന്ന പാടെ ഞാൻ അവളെ ബാഗാണ് തുറന്ന് നോക്കുക, അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോയെന്ന്. അപ്പം ഇന്ന് ഈ ഒരു സ്വീറ്റ് കോൺ അതിനെക്കൊണ്ട് മുഴുവൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി കഷ്ണം ആപ്പിളും വെച്ചിട്ടുണ്ടായിരുന്നേ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്ക് തുറന്ന് നോക്കി എന്തെങ്കിലും എഴുതുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരുപാട് ബുക്ക് ഉണ്ട് അവർക്ക്, ഒരു 8 ബുക്കോളം ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് 4 നോട്ട് ബുക്കും ഉണ്ട്. ഈ 8 ടെക്സ്റ്റ് ബുക്കും ടീച്ചറുടെ കയ്യിലാണുള്ളത്, അവിടെ വെച്ചതാണ്. അപ്പോൾ ഒരു ഡ്രോയിങ്ങിൻ്റെ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതൊന്ന് കൊടുത്തു വിടാൻ പറഞ്ഞിട്ട് ഞാൻ രാവിലെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ വരുമ്പം ചെറിയൊരു പേപ്പറിനകത്ത് കളർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്നതും ഇല്ല. ഇന്ന് സ്പോർട്സ് ഡേ ആയി. ഇന്ന് സ്പോർട്സിൻ്റെ ഡേ ആണ്. സ്പോർട്സിൻ്റെ ഒരു ദിവസം അങ്ങനത്തെ യൂണിഫോമായിരുന്നു, സ്പോർട്സ് യൂണിഫോം, വെള്ളിയാഴ്ച. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വെള്ളിയാഴ്ച ഓർമ്മയില്ലായിരുന്നു. എന്നിട്ട് ഏട്ടൻ സ്കൂളിൽ ചെന്നപ്പോഴാണ് ടീച്ചർ പറയുന്നത്, എന്താ ഇന്ന് ഈ യൂണിഫോം ഇട്ടത്, ഇന്ന് മറ്റേതല്ലേ, ഇന്ന് സ്പോർട്സിൻ്റെ യൂണിഫോമാണ് ഇടേണ്ടതെന്ന്. അപ്പോൾ അത് മാറിപ്പോയി. അപ്പം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ യൂണിഫോം ഇട്ട് കൊടുക്കാൻ. അപ്പം ഓർമ്മയില്ലായിരുന്നു, വെള്ളിയാഴ്ച ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്നാണ്. കുഴപ്പമില്ല, അടുത്ത ആഴ്ച തൊട്ടിട്ട് എന്തായാലും ആ യൂണിഫോം തന്നെ ഇടിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. രാവിലെ അവൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും കറിയും കൂട്ടിയിട്ടൊക്കെ കഴിക്കും. അപ്പം ഞാൻ അവൾക്ക് പുട്ടും കറിയൊക്കെ കൊടുത്തു. പിന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചിടുന്നുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മൊത്തത്തിൽ തുണിയൊക്കെ ഉണക്കിയെടുക്കാമെന്ന്. ഞാനിവിടെ തുണിയും വിരിച്ചിട്ട് അകത്തെത്തി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ മഴ ഇങ്ങനെ ചെറുങ്ങനെ ചാറുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ചെറുങ്ങനെയല്ലേ മഴ ചാറി അങ്ങ് പോവുമായിരിക്കുന്നു. ഞാൻ എടുക്കാണ്ട് നിന്നു. പിന്നെ ഞാൻ ടെറസിലേക്ക് പോകുമ്പോൾ വലിയ വലിയ മഴത്തുള്ളിയാണ് വരുന്നത്. അപ്പം ഞാൻ വേഗം അതെടുത്ത് വെച്ച് അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഹേമ വിളിക്കുന്നത്, നീ എന്താ വിരിച്ചിട്ടതൊന്നും എടുക്കാത്തത്, മഴ പെയ്യുന്നുണ്ട്, ഉറങ്ങുവാണോ എന്ന് ചോദിച്ചു. ഞാനില്ല, ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. അവൾ എടുക്കാൻ വന്നപ്പം എൻ്റെ തുണിയൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്താ എടുക്കാത്തത്, ഞാൻ ഉറങ്ങുവാണോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഫോണിൽ വിളിച്ചതായിരുന്നു. അങ്ങനെ എല്ലാ തുണിയും ഇവിടെ വിരിച്ചിരുന്നുണ്ട്. ഇതൊക്കെ വെറുതെ വിരിച്ചിരുന്നതാണ്, അതൊന്നും ഉണങ്ങിക്കിട്ടിട്ടൊന്നുമില്ല. ഉണങ്ങിക്കിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളം നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ എടുത്തുകൊണ്ടിട്ട് അകത്ത് ആറിയിടുക ചെയ്തത്. അകത്ത് ആറിയിട്ടാൽ ഉണങ്ങിയൊക്കെ കിട്ടും, പക്ഷേ എങ്കിലും ഒരു സ്മെല്ലായിരിക്കും തുണിക്കൊക്കെ.
ഈ കംഫർട്ടൊക്കെ മുക്കിയാലും ഈ ഒരുമാതിരി സ്മെല്ലുണ്ടാവും. ഏട്ടൻ്റെ ഈ ഒരു യൂണിഫോം വെള്ള ബനിയനൊക്കെ. പിന്നെ ഞാൻ ഒരു ബോട്ടിൽ റോസ്മേരി വാട്ടർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് തലയിലേക്ക് ആക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് എൻ്റെ തലയിലേക്ക് ഇങ്ങനെ തേച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളിങ്ങനെ തലയിലേക്ക് തേച്ച് തരുന്നുണ്ട്. അപ്പം റോസ്മേരി വാട്ടർ ഉപയോഗിച്ചത് എനിക്കിപ്പോൾ മുടി ചെറിയ രീതിയിൽ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്ന ടൈമിൽ എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറില്ല. ഞാൻ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ തേക്കാറുണ്ട്. അതും സ്ഥിരമായിട്ടൊന്നും തേക്കില്ല. മുടി കൊഴിച്ചിൽ വരുന്നേരം മാത്രമാണ് ഞാൻ ഈ ഒരു റോസ്മേരി വാട്ടറിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുള്ളൂ. ഇപ്പം കൊഴിച്ചിലുണ്ട്, അതുകൊണ്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തലയിൽ തേക്കുന്നുണ്ട്. ഇനി ഇത് തേച്ച് കഴിഞ്ഞാൽ കുളിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചില സമയത്ത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആക്കും. എനിക്കിങ്ങനെ നീരിറക്കം ഇങ്ങനെ തേച്ച് ശീലമുള്ളതിനെ കൊണ്ട് നീരിറക്കമൊന്നും വരാറില്ല. അപ്പോൾ ഇന്നത്തെ